ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോതമ്പ് പൊടിയും പാലും ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ സാധാരണ ഉണ്ടാകുന്ന 3-4 ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 ലിറ്റർ പാല്, മധുരത്തിനാവശ്യമായ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി വേണം. ഈ ഐസ്ക്രീമിൻ്റെ മേലെ ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ പാലിലേക്ക് ഡയറക്റ്റായിട്ട് ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ അവിടെ എവിടെയായിട്ട് കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണത്. ഞാനൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് 1/2 ലിറ്റർ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഐസ്ക്രീം വേണമെങ്കിൽ 1 ലിറ്റർ പാൽ എടുത്തോളൂ കേട്ടോ. ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാലുകൊണ്ടാണ് ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കണത്. അപ്പം പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റവ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാൻ. സ്റ്റവ് കത്തിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾക്കിത് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ കേട്ടോ. എന്നാലേ നമ്മളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് മുൻപ് ഈ ചാനലിൽ പബ്ലിഷ് ചെയ്ത വീഡിയോസ് കാണണമെങ്കിലേ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. നമ്മൾ പാനിലേക്ക് ചേർത്ത് കൊടുത്ത മിക്സൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഈ ഒരു സമയത്തെ നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 6 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല മഴയുണ്ടെങ്കിലേ ഉള്ള വെയിലും നല്ല ചൂടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് ക്ഷീണിച്ച് വരുന്ന സമയത്തൊക്കെ എടുത്ത് കഴിക്കാൻ നല്ല രസമായിരിക്കും. കുട്ടികൾക്കൊക്കെ അവധി ദിവസങ്ങളിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് കേട്ടോ ഇത്. പിന്നെ ഇതിലേക്ക് ഒരുപാട് ചേരുവകളൊന്നും വേണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് ഒരുപാട് സമയമൊന്നും വേവിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കണ്ട കേട്ടോ. പഞ്ചസാര നേരിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് പകരം കുറച്ച് വെണ്ണ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം മിക്സൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തന്നെ തണുപ്പിച്ചെടുക്കണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ മിക്സ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണത്. ഈ ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് ആണ് കേട്ടോ ഇതിലേക്ക് ചേർക്കണത്. ഈ വേനൽക്കാലത്തെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 3 തരം ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് കേട്ടോ ഇത്. ഈ 3 തരം ഐസ്ക്രീമിലും വെച്ചിട്ട് ഏറ്റവും സിമ്പിളും അതേസമയം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു ഐസ്ക്രീമാണ് ഇത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഉണ്ടാക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ വേവിച്ചെടുത്ത ബാക്കി മിക്സും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വാനില എസൻസ് ചേർക്കുമ്പോഴേ മാക്സിമം ഇതിലേക്ക് ഒരു 2 സ്പൂൺ വാനില എസൻസ് മാത്രം ചേർത്താൽ മതി കേട്ടോ. എപ്പോഴും പുറത്തുനിന്നൊക്കെ ഐസ്ക്രീം വാങ്ങുന്നതിന് പകരം ഈ ഒരു രീതിയിലും വീട്ടിൽ തന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത എസൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. മിക്സ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് പൊടിച്ചതും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പിന് പകരം പിസ്തയോ ബദാമോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായി പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. കുട്ടികൾക്ക് മാത്രമല്ല, വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്ന സമയത്തും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമാണ് കേട്ടോ ഇത്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ വീട്ടിലുണ്ടാക്കുന്ന 3 തരം ഐസ്ക്രീമിലും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ് ഇത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഐസ്ക്രീമേ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റായതിന് ശേഷം വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് പിന്നെയും ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇതിന് ടേസ്റ്റ് കൂടും. ഇവിടെ ഇപ്പോൾ അത്രയും സമയമൊന്നും നിൽക്കാനുള്ള ക്ഷമ മോൾക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു പ്രാവശ്യം മാത്രമേ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് 8 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ അത് ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണേ. നമ്മുടെ ഐസ്ക്രീമൊക്കെ അതാ സൂപ്പറായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടേ. ഇനി ഒരു സ്കൂപ്പറോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് കഴിക്കാനുള്ള വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ഐസ്ക്രീം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.